ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ റെഫ്രിജറേഷനിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഫാക്ടുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എപ്പോഴും നമ്മളൊരു എക്സാം നോക്കുമ്പോൾ അവിടെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് കൂടുതൽ ആൾക്കാരും സ്കിപ്പ് ചെയ്ത് പോകാനുള്ളതാണ് പതിവ് അല്ലെ. ആ രീതിയിൽ എങ്ങനെയാണ് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ നമുക്ക് വർക്ക് ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുക എന്ന രീതിയിൽ നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. A ton of refrigeration system that consumes 10 kilowatt of electrical energy. Its coefficient of performance will be. നോക്കിയാൽ അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇപ്പൊ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ അതിന്റെ ടോട്ടൽ നമുക്കറിയാം, അത് കൺസ്യൂം ചെയ്യുന്നത് 10 കിലോ വാട്ട് ആണെന്ന് പറയുന്നുണ്ട്. ആ 10 കിലോ വാട്ട് കൺസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് എത്രയാണ് 10 ടൺ ഓഫ് റെഫ്രിജറേഷൻ നമുക്ക് അവിടെ കൃത്യമായിട്ട് ഡിസൈഡ് എഫക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്താണ്, എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്, മനസ്സിലാക്കേണ്ടത്. നോക്കി, അപ്പൊ കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്കറിയാം. എഞ്ചിൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് അതിന്റെ പെർഫോമൻസ് ഇൻഡെക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് എഫിഷ്യൻസി എന്ന ടേം കൊണ്ടാണെങ്കിൽ റെഫ്രിജറേറ്ററിലേക്ക് വരുമ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ COP എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു COP കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്തായിരുന്നു നമുക്കറിയാം. COP എന്ന് പറയുന്നത് ഡിസൈഡ് എഫക്റ്റിന്റെയും നമ്മൾ എത്രത്തോളം ഹീറ്റ് അല്ലെങ്കിൽ അവിടേക്ക് വർക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ റേഷ്യോനാണ് നമ്മൾ എന്ത് പറയാ നോക്കിയേ COP അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പൊ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്ന ഡാറ്റാസ് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. നോക്കിയാ അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നോക്കിയേ നമുക്ക് കൺസ്യൂം ചെയ്യുന്നത് 10 കിലോ വാട്ട് ഓഫ് നോക്കിയാ ഇലക്ട്രിക്കൽ എനർജി ആണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വർക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ആ ഒരു സിസ്റ്റം കൺസ്യൂം ചെയ്യാന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന നോക്കിയാൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന എനർജി അല്ലേ. ദാറ്റ് മീൻസ് എന്താണ്, അവിടേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള വർക്കാണ്. ദാറ്റ് മീൻസ് അവിടെ വർക്ക് ഇൻപുട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, വർക്ക് ഇൻപുട്ട് തന്നിട്ടുണ്ട്. നോക്കിയാ വർക്ക് ഇൻപുട്ട് ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അത് 10 കിലോ വാട്ട് ആണെന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലേ, 10 കിലോ വാട്ട് ആണ് തന്നിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് തന്നിട്ടുള്ള എന്താണ് 10 റെഫ്രിജറേഷൻ എന്നാണ് പറഞ്ഞത്. നമുക്ക് അതിലെ റെഫ്രിജറേഷൻ എഫക്റ്റ് ആയിട്ട് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആയിട്ട് നമുക്ക് തന്നുള്ളത് 10 ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ. അപ്പൊ തന്നിട്ട് ഡാറ്റാസ് അങ്ങനെ എടുത്ത് എഴുതുകയാണ്. നോക്കിയാ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 10 ടൺ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 10 ടൺ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയാൽ നമുക്ക് തന്ന പ്രകാരം വർക്ക് ഇൻപുട്ട് 10 കിലോ വാട്ടിൽ തന്നിട്ടുണ്ട്, 10 കിലോ വാട്ടിലാണ് തന്നിട്ടുള്ളത്. പക്ഷേ റെഫ്രിജറേറ്റർ എഫക്റ്റ് 10 ടണ്ണിലാണ് തന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് COPയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം. COPയുടെ ഇക്വേഷൻ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ COP എന്ന് പറയുന്നത് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് നമുക്ക് RE എന്ന് എഴുതുകയാണ്. RE ഡിവൈഡ് ബൈ നോക്കിയാൽ വർക്ക് ഇൻപുട്ട് ആണെന്നത് നമുക്ക് അറിയാം അല്ലേ. നമ്മൾ അതിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുത്ത വർക്കിന്റെയും അതുപോലെ തന്നെ നമുക്കറിയാം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിന്റെയും റേഷ്യോനാണ് നമ്മൾ COP അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ആ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് അറിയുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ തന്നിട്ടുള്ള പ്രകാരം റെഫ്രിജറേറ്റർ എഫക്ട് തന്നിട്ടുണ്ട്, വർക്ക് ഇൻപുട്ട് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. നോക്കിയാൽ പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം നോക്കിയാ, നമുക്ക് വർക്ക് ഇൻപുട്ട് കിലോ വാട്ടിലും നോക്കിയാ റെഫ്രിജറേറ്റർ എഫക്ട് ടണ്ണിലുമാണ് തന്നിട്ടുള്ളത്. എന്താണ് ഇവിടെ ചെയ്യേണ്ടത് നമുക്കറിയാം. എപ്പോൾ ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, COP എന്ന് പറയുന്നത് രണ്ടിന്റെയും യൂണിറ്റുകൾ സെയിം ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ. രണ്ടിനും റേഷ്യോ ആണ് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് തന്നെ നമുക്ക് അത് രണ്ടും എടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ കിലോ വാട്ടിൽ, ദാറ്റ് മീൻസ് കിലോ ജൂൾ പെർ സെക്കൻഡിൽ എടുക്കുക. ക്ലിയർ അല്ലേ. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് അത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ. അപ്പൊ തന്ന ഡാറ്റാസ് ആദ്യം എടുത്ത് എഴുതി മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ അവിടെ എടുത്ത് എഴുതി. ഒന്നാം സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. രണ്ടാം സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകേണ്ടത് നോക്കിയാൽ എന്താ ചെയ്യേണ്ടത്, അവിടെ തന്നിട്ടുള്ള ഡാറ്റാസ് നോക്കിയാൽ അവിടെ ഗിവൺ ഡാറ്റാസ് എല്ലാം തന്നെ ഇക്വേഷൻ നോക്കിയാൽ SI യൂണിറ്റിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വർക്ക് ഇൻപുട്ട് 10 കിലോ വാട്ട് നമ്മൾ അങ്ങനെ തന്നെ എടുക്കുകയാണ്. രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത് നോക്കിയാൽ അവിടേക്ക് നമുക്ക് കിട്ടിയുള്ള റെഫ്രിജറേറ്റർ എഫക്റ്റ് ആണ്. അത് നമ്മൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 10 ടൺ എന്ന് പറയുന്നുണ്ട്. ആ 10 ടണ്ണിന് ഞാൻ എന്ത് ചെയ്യാണ്, അവിടെ കൃത്യമായിട്ട് കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ക്ലിയർ അല്ലേ. 10 കിലോ വാട്ടിലേക്ക് ഞാൻ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമുക്കറിയാം 10 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, അവിടെ ഒരു ടൺ എന്ന് പറയുന്നത് 1 ടൺ എന്ന് പറയുന്നത് എത്ര കിലോ വാട്ട് ആണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ദാറ്റ് ഈസ് നമുക്കറിയാം 3.517 കിലോ വാട്ട് ആണ് നമുക്കറിയാം.
അല്ലെ. 3.517 കിലോ വാട്ട് ആണ് ഒരു ടൺ എന്ന് പറയുന്നത്. നമുക്കത് അറൗണ്ട് അപ്രോക്സിമേറ്റ് നമ്മൾ എന്ത് ചെയ്തു, അതിനെ 3.5 കിലോ വാട്ട് എന്ന് എടുക്കുകയാണ്. 3.5 കിലോ വാട്ട് എന്ന് എടുത്തിട്ടുണ്ട്. 1 ടൺ ഈസ് ഈക്വൽ ടു 3.5 കിലോ വാട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നുള്ളത് 10 കിലോ വാട്ട് അല്ലേ. അപ്പോൾ ഞാനത് 10 കിലോ വാട്ട് ആക്കി നോക്കിയാൽ 10 ടണ്ണാണ് തന്നുള്ളത് അല്ലേ. 10 ടണ്ണാണ് തന്നിട്ടുള്ളത്. ആ 10 ടണ്ണ് എത്ര കിലോ വാട്ടാണെന്ന് അറിയാം. എന്ത് ചെയ്താൽ മതി, 3.5 അല്ലേ. 1 ടൺ എന്ന് പറയുന്നത് 3.5 കിലോ വാട്ട് ആണെന്ന് അറിയാം. അപ്പൊ 10 ടൺ എന്ന് പറയുമ്പോൾ അതായത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമല്ലോ. അപ്പൊ 3.5 ഇൻറ്റു 10 ചെയ്തു, ദാറ്റ് ഈസ് 35 കിലോ വാട്ട് എന്ന് കിട്ടി. 35 കിലോ വാട്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ല? അപ്പൊ 35 കിലോ വാട്ട് എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ COP എന്ന് പറയുന്നത് നമുക്കറിയാം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട് ആണ് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ റെഫ്രിജറേറ്റിംഗ് എഫക്ട് എത്രയാണെന്നുള്ളത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയത് 35 കിലോ വാട്ട് എന്ന് കിട്ടി. ദെൻ വർക്ക് ഇൻപുട്ട് ചെയ്തത് എത്രയാണെന്ന് പറഞ്ഞിട്ട് 10 കിലോ വാട്ട് എന്ന് പറയുന്നുണ്ട്. 10 കിലോ വാട്ട് എന്ന് പറഞ്ഞിട്ട് ദാറ്റ് മീൻസ് എന്ത് കിട്ടിയടാ, 35/10 എന്ന് പറയുന്നത് 3.5 എന്ന് കിട്ടിയല്ലേ. 3.5 എന്ന് കിട്ടി. എക്സാക്ട്ലി നമുക്ക് തന്നിട്ടുള്ള ആൻസറിൽ ഉണ്ടോ നോക്കിയേ. ആൻസർ ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 3.5, ഓപ്ഷൻ സി 0.35, ഓപ്ഷൻ ഡി 35. ദാറ്റ് ഈസ് നോക്കി ഓപ്ഷൻ ബി തന്നിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ ബിയിൽ നമുക്ക് റൈറ്റ് ആൻസർ ഇവിടെ ഉണ്ട്. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ വിൽ ബി 3.5 ആണ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കി. ക്ലിയർ അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിയടാ. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ് പറഞ്ഞത് നോക്കിയടാ. The refrigerant used in reversed Brayton or Bell-Coleman cycle is dash. Option A air, option B freon, option C ammonia and option D water എന്നുള്ളതാണ്. നോക്കിയേ, എയർ, ഫ്രിയോൺ, അമോണിയ, വാട്ടർ എന്നാണ് തന്നുള്ളത്. നമുക്കറിയാം ബെൽ കോളമൻ സൈക്കിൾ അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിൾ എന്നൊക്കെ പറയുന്നത് ഒരാൾ തന്നെയാണ്, നമുക്ക് അറിയുന്നതാണ് അല്ലെ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ കേസ് നമുക്ക് അവിടെ എന്താണ്, അവിടെ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഇതൊക്കെ റെഫ്രിജറേഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ആ സൈക്കിൾസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐഡിയൽ സൈക്കിളായിട്ട് നമ്മൾ അവിടെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളും പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് മീഡിയം എന്ന് പറയുന്നത് എയർ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എന്ത് തന്നെയാണ് യൂസ് ചെയ്യുക, എയർ തന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു, ഏത് വർക്കിംഗ് മീഡിയം അല്ലെങ്കിൽ അവിടെ ഏത് റെഫ്രിജറന്റ് ആണ് നമ്മൾ ഈ പറയുന്ന റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിൾ അല്ലെങ്കിൽ ബെൽ കോളമൻ സൈക്കിൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ്. അതിന്റെ ആൻസർ ഏതാ വരുന്നത്, അത് ഉറപ്പായിട്ട് നമുക്ക് അറിയാം, ദാറ്റ് ഈസ് എയർ ആണ് എന്നുള്ളത് അല്ലെ. എയർ ആയിരിക്കും ഇവിടെ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഈ ബെൽ കോളമൻ സൈക്കിൾ, നമ്മൾ പറഞ്ഞു പ്രാക്ടിക്കൽ സൈക്കിൾ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഐഡിയൽ സൈക്കിൾ എന്ന് പറയുന്നത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ആണെന്ന് നമുക്കറിയാം. ആ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിന്റെ മോഡിഫൈഡ് ഫോം ആണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ബെൽ കോളമൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡിഫൈഡ് എന്ന് പറയുമ്പോൾ എന്ത് മോഡിഫിക്കേഷൻ ആണ് കൊണ്ടുവന്നത്, നമുക്കറിയാം റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിലെ 4 പ്രോസസ് ആണുള്ളത്. 2 ഐസെൻട്രോപിക് പ്രോസസ്സുകളും 2 ഐസോതെർമൽ പ്രോസസ് ആണുള്ളത് അല്ലെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഈ പറയുന്ന ആ 4 പ്രോസസ്സുകളിൽ നിന്ന് നമ്മൾ മോഡിഫിക്കേഷൻ കൊണ്ടുവരുന്നു. എന്താണ് മോഡിഫിക്കേഷൻ കൊണ്ടുവന്നത്, ഐസോതെർമൽ പ്രോസസ്സിനെ മാറ്റി നമ്മൾ അവിടേക്ക് എന്ത് കൊണ്ടുവന്ന ഐസോബാറിക് പ്രോസസ്സുകൾ കൊണ്ടുവന്നു. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, 2 ഐസോ തെർമൽ പ്രോസസ് നമുക്കറിയാം റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഉണ്ടായിരുന്നതിനെ നമ്മൾ പ്രാക്ടിക്കൽ കേസിലേക്ക് ദാറ്റ് ഈസ് ബെൽ കോളമൻ സൈക്കിളിലേക്ക് വന്നപ്പോൾ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് എന്താ ചെയ്തത്, 2 ഐസോ തെർമലിന് പകരം ഐസോബാറിക് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സുകളെ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവന്നു. ദാറ്റ് മീൻസ് അവിടെ വരുന്ന ആ സൈക്കിളുകളും കൃത്യമായിട്ട് ആ പ്രഷർ വോളിയം ഡയഗ്രം അതുപോലെ തന്നെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുകൂടാതെ അതിൽ വരുന്ന 4 പ്രോസസ്സുകൾ ഏതാണ് 1 to 2 നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. 1 to 2 എന്ന് പറയുന്നത് നോക്കിയേ, 1 to 2 എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്, ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. ദെൻ രണ്ടാമത്തെ 2 to 3 ആണ് വിച്ച് ഈസ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ദെൻ 3 to 4 എന്ന് പറയുന്നത് അഗൈൻ ഐസെൻട്രോപിക്കലി എക്സ്പാൻഡ് ചെയ്യുന്നു. എയർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എയർ എന്ത് ചെയ്യുന്നു, ഐസെൻട്രോപിക്കലി എക്സ്പാൻഡ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് പ്രോസസ് വിച്ച് ഈസ് 4 to 1 ആണ്, 4 നിന്ന് 1 വരികയാണ്. ദാറ്റ് മീൻസ് അഗൈൻ ഐസോബാറിക് ആണ് നടക്കുക. ഐസോബാറിക്കലി ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ 4 പ്രോസസ്സുകൾ ഉണ്ട്. ഒന്നാമത്തെ പ്രോസസ് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. രണ്ടാമത്തെ പ്രോസസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത് നോക്കിയാ ഏതാ വരുന്നത്, ഐസോബാറിക് ഹീറ്റ് റിജക്ഷൻ ആണ്. ദെൻ മൂന്നാമത്തത് പ്രോസസ് 3 to 4 എന്ന് പറയുന്നത് അഗൈൻ ഏതാ സംഭവിക്കുന്നത്, ഐസെൻട്രോപിക് എക്സ്പാൻഷനും. 4 to 1 എന്നുള്ളത് ഐസോബാറിക് ഹീറ്റ് അബ്സോർപ്ഷനുമാണെന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ പ്രോസസ് വരുന്നത്, പ്രോസസ് 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് ആണ്. ഐസെൻട്രോപിക്
കംപ്രഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ പ്രോസസ് 2 to 3 എന്ന് പറയുന്നത് ഐസോബാരിക് ഹീറ്റ് റിജക്ഷൻ ആണെന്നുള്ളതും ഓർത്തിരിക്കുക. ദെൻ പ്രോസസ് 3 to 4 എന്നുള്ളത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണെന്നും ഓർത്തിരുന്നോളാം. ദെൻ ലാസ്റ്റ് പ്രോസസ് 4 to 1 ആണ്. പ്രോസസ് 4 to 1 ആണ്. ദാറ്റ് ഈസ് ഐസോബാരിക് ഹീറ്റ് അഡീഷൻ ആണ്, ഹീറ്റ് അബ്സോർപ്ഷൻ ആണെന്നതും ഓർത്തിരിക്കുക. അപ്പൊ 4 പ്രോസസ്സുകളാണ് ഇവിടെ വരുന്നത്. ആ 4 പ്രോസസ്സുകളും ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചോളാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എയർ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക, എയർ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞു വെക്കുക. ഓക്കെ അല്ല, ക്ലിയർ അല്ലേ? ദെൻ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. COP ഫോർ കാർനോട്ട് റെഫ്രിജറേറ്റർ ഡാഷ് ദാറ്റ് ഓഫ് കാർനോട്ട് ഹീറ്റ് പമ്പ്. നമ്മള് റെഫ്രിജറേറ്റർ എന്താണെന്നും പമ്പ് എന്താണെന്നും നമുക്കറിയാം. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് COP കൂടുതൽ വരുന്നുള്ളതാണ് അറിയേണ്ടത്. ക്ലിയർ അല്ലേ? ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ പറഞ്ഞുള്ളത് COP ഓഫ് കാർനോട്ട് റെഫ്രിജറേറ്റർ ഡാഷ് ദാറ്റ് ഓഫ് കാർനോട്ട് ഹീറ്റ് പമ്പ്. ഓപ്ഷൻ സി ഈക്വൽ ടു മോർ ദാൻ ലെസ് ദാൻ നൺ ഓഫ് അതർ ഓപ്ഷൻസ്. നോക്കിയേ, തന്ന ഒന്നും ബന്ധമില്ലാത്തതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതാണെന്ന് അറിയണം. നമുക്കിവിടെ അറിയുന്നത് രണ്ട് കാര്യങ്ങൾ. ഹീറ്റ് പമ്പ് എന്താണെന്ന് അറിയാം, ഹീറ്റ് പമ്പിന് COP കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ എന്താണെന്നും റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, അതുപോലെ തന്നെ അതിന് COPയുടെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ ഇത് രണ്ടും കൂടെ നോക്കി നമുക്ക് എന്താണ് അതിന്റെ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം അത് തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളത് അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് ആദ്യം തന്നെ COP ഓഫ് റെഫ്രിജറേറ്റർ എന്ന് എഴുതാം. COP ഓഫ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ? റെഫ്രിജറേറ്ററിന്റെ ഇക്വേഷൻ നമുക്ക് കൃത്യമായിട്ട് എഴുതിയിരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു TL ഡിവൈഡഡ് ബൈ TH മൈനസ് TL എന്നുള്ളതാണ് റെഫ്രിജറേറ്ററിന്റെ ഇക്വേഷൻ വരുന്നത് COPയുടെ. അങ്ങനെയാണെങ്കിൽ പമ്പിന്റെ ഇക്വേഷനോ COP ഓഫ് പമ്പ്. ഓക്കെ, COP ഓഫ് ഹീറ്റ് പമ്പ് ആണ് അറിയേണ്ടത്. HP എന്ന് ഡിനോട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു TH ഡിവൈഡഡ് ബൈ TH മൈനസ് TL ആണെന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് അറിയേണ്ടതിന്. ഇവർ തമ്മിൽ എങ്ങനെയാണ്, ഒന്നൊന്നിനേക്കാൾ വലുതാണോ ഒന്നൊന്നിനേക്കാൾ ചെറുതാണോ എന്നുള്ളതൊക്കെ അറിയണം. നമുക്ക് ഇപ്പൊ അറിയില്ല. ഡയറക്റ്റ് ആയിട്ട് എല്ലാവരും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇതങ്ങ് കാണാതെ പഠിച്ചു വെക്കും. കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 2 ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് ദാറ്റ് മീൻസ് ഈ ഒരു COP ഓഫ് റെഫ്രിജറേറ്ററിന്റെ കൂടെ ഞാൻ 1 ആഡ് ചെയ്യാണ്. COP ഓഫ് റെഫ്രിജറേറ്ററിന്റെ കൂടെ നോക്കിയാ, COP ഓഫ് റെഫ്രിജറേറ്ററിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, 1 ആഡ് ചെയ്യാണ്. ദാറ്റ് മീൻസ് 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളതൊന്ന് നോക്കാം. നോക്കിയേ, ഞാൻ ജസ്റ്റ് നോക്കാണ്. നമുക്കറിയാം റെഫ്രിജറേറ്ററിന്റെ ഇക്വേഷൻ TL ഡിവൈഡ് ബൈ TH മൈനസ് TL ആണെന്ന് അറിയാം. പ്ലസ് 1 എടുത്തു. നമുക്ക് എന്ത് കിട്ടും നോക്കാം. അതിന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ദെൻ ഇവിടെ നമ്മൾ TL അങ്ങനെ തന്നെ ഉണ്ട്. പ്ലസ് ആ 1ന്റെ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ ടേമിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. ദാറ്റ് മീൻസ് എന്ത് കിട്ടണ, TH മൈനസ് TL എന്ന് കിട്ടി. ഹോൾ ഡിവൈഡഡ് ബൈ TH മൈനസ് TL എന്ന് വന്നു. ദാറ്റ് ഈസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും നോക്കാം. TL അങ്ങനെ തന്നെ എഴുതി. പ്ലസ് നോക്കിയേ, TH വന്നു, പ്ലസ് TH വന്നു, മൈനസ് എന്തുവരും TL വന്നു, ഡിവൈഡഡ് ബൈ എന്ത് പറയാ TH മൈനസ് TL എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇവിടെ TL നോക്കിയാ കൃത്യമായിട്ട് വന്നു. അതെന്ത് ചെയ്തു, വെട്ടിപ്പോയി അല്ലെ, ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് വന്നു നോക്കിയേ, TH അവിടെ ബാക്കിയുണ്ട് അല്ലെ, TH അവിടെ ബാക്കിയുണ്ട്. ഓൾ ഡിവൈഡ് ബൈ എന്ത് വന്നു, TH മൈനസ് TL എന്ന് കിട്ടി. ദാറ്റ് ഈസ് നോക്കിയാ നമ്മൾ എന്താ ചെയ്തത്, COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1 ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഈ ഒരു റിലേഷൻ കിട്ടി. ദാറ്റ് ഈസ് TH ഡിവൈഡ് ബൈ TH മൈനസ് TL എന്ന് കിട്ടി. ഇതെന്താണ്, ഇത് എന്തിന് ഈക്വൽ ആണടാ? നോക്കിയേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുള്ള നോക്കിയടാ ഹീറ്റ് പമ്പിന്റെ ഇക്വേഷൻ ഈക്വൽ അല്ലേ? ദാറ്റ് ഈസ് TH ഡിവൈഡ് ബൈ TH മൈനസ് TL കിട്ടിയില്ലേ? ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി, COP ഓഫ് റെഫ്രിജറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, അവിടെ കൃത്യമായിട്ട് ഹീറ്റ് പമ്പിന്റെ COPയുടെ ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയടാ, COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, COP ഓഫ് റെഫ്രിജറേറ്റർ
പ്ലസ് 1 എന്ന് പറയുന്നത് COP ഓഫ് ഹീറ്റ് പമ്പ് ആണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഒരു കാര്യം കൂടെ കിട്ടിയില്ലേ, റെഫ്രിജറേറ്ററിനേക്കാൾ നോക്കിയാൽ ഏതാണ് ഏറ്റവും വലുതായിട്ട് വരുന്നത് നോക്കിയാ, ഹീറ്റ് പമ്പിനല്ലേ നോക്കിയാ COP കൂടുതൽ വരുന്നത്. കാര്യം എന്താ, COP ഓഫ് റെഫ്രിജറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഹീറ്റ് പമ്പിന് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്ത് മനസ്സിലാക്കി നമുക്ക് ഇവിടുന്ന്, എന്ത് മനസ്സിലായി, റെഫ്രിജറേറ്ററിനെക്കാളും കൂടുതലായിരിക്കും ഹീറ്റ് പമ്പിന് COPയുടെ അളവ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ക്ലിയർ അല്ലേ? ദാറ്റ് മീൻസ് നോക്കിയാ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് എങ്ങനെയാണ്, COP ഓഫ് കാർനോട്ട് റെഫ്രിജറേറ്റർ ഡാഷ് ദാറ്റ് ഓഫ് കാർനോട്ട് ഹീറ്റ് പമ്പ് എന്നുള്ളതാണ്. നമുക്ക് ഇവിടുന്ന് മനസ്സിലായുള്ള കാര്യം എന്താണ്, ഇവിടെ അറിയാം COP ഓഫ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നത്, ഇറ്റ് ഈസ് ലെസ് ദാൻ COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് കിട്ടി. ഓക്കെ, ഹീറ്റ് പമ്പിലാണ് COPയുടെ അളവ് കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി ആസ് കമ്പയർഡ് ടു COP ഓഫ് റെഫ്രിജറേറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ റൈറ്റ് ആൻസർ വിൽ ബി, നോക്കി ഏതാ വരുന്നത്, നോക്കി ഇവിടെ ചോയ്സിൽ റെഫ്രിജറേറ്ററിനെയും ഹീറ്റ് പമ്പിനെയാണ് കമ്പയർ ചെയ്തത്. ദാറ്റ് മീൻസ് ലെസ്സറിലെ വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളതും കൂടെ ഓർത്തിരിക്കുക, മനസ്സിലാക്കി വെക്കുക. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ദെൻ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എ റെഫ്രിജറേറ്റർ ദാറ്റ് ബേസ്ഡ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ വർക്ക്സ് ബിറ്റ്വീൻ ടു സച്ച് ടെമ്പറേച്ചർ ദാറ്റ് റേഷ്യോ ബിറ്റ്വീൻ ലോ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ഈസ് 0.8 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് COP? ക്ലിയർ അല്ല? അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നോക്കി തന്നിട്ടുള്ളത് രണ്ട് ടെമ്പറേച്ചറുള്ള റേഷ്യോ തന്നിരിക്കുകയാണ്. ആ റേഷ്യോ എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചറിന്റെയും ഹയർ ടെമ്പറേച്ചറും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ COP കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, നമുക്ക് ആകെ അറിയുന്നത് പറയുന്നത് എന്താണ്, COPയുടെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാകത്തിലേക്ക് നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടില്ല, ടെമ്പറേച്ചറിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് തന്ന ഡാറ്റ നോക്കി ഈ പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഞാനിത് കൃത്യമായിട്ടൊന്ന് വളരെ സിമ്പിൾ ആയിട്ട് എഴുതുകയാണ്. 2 സ്റ്റെപ്പിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. റെഫ്രിജറേറ്റർ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ പ്രകാരം വർക്ക് ചെയ്യുന്നു. അങ്ങനെ ആകുന്ന ആ സൈക്കിളിൽ നോക്കിയാൽ ആ ഒരു റെഫ്രിജറേറ്ററിന്റെ ടെമ്പറേച്ചറിന്റെ റേഷ്യോ എങ്ങനെയാണ് പറയുന്നത്, ലോവർ ടെമ്പറേച്ചറിനെയും ഹയർ ടെമ്പറേച്ചറും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നുള്ളത്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം, TL നോക്കിയാ TL ഡിവൈഡഡ് ബൈ TH എന്ന് എടുക്കാലോ, TL ഡിവൈഡ് ബൈ TH എന്ന് എടുക്കാലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും നോക്കിയേ, 0.8 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ COP കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. COP എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത്ര മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. ആ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, COP കണ്ടുപിടിക്കണം. നമുക്കറിയാം COPയുടെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. COP ഈസ് ഈക്വൽ ടു എന്താ പറയുക, TL ഡിവൈഡ് ബൈ TH മൈനസ് TL ആണെന്ന് നമുക്കറിയാം അല്ലെ. TL ഡിവൈഡ് ബൈ TH മൈനസ് TL ആണെന്ന് അറിയാം. പക്ഷേ ഇവിടെ നമുക്ക് TL-ന്റെ വാല്യൂ തന്നിട്ടില്ല, TH-ന്റെ വാല്യൂ തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കോ, എങ്ങനെയും സാധിക്കോ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, TL-നും TH-ന്റെ വാല്യൂ ഡയറക്റ്റ് അറിയാത്തതുകൊണ്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നിർവാഹമില്ല. പക്ഷെ ആൻസർ കിട്ടണമല്ലോ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം. ഇനി ഒന്നും കൂടി ആ ഇക്വേഷനിലേക്ക് നോക്കുകയാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നോക്കിയാൽ TL ഡിവൈഡ് ബൈ TH ആണ്. അപ്പോൾ ഈ TL ബൈ TH എന്ന് പറയുന്നത് ഇക്വേഷനിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഇക്വേഷനിലേക്ക് TL ബൈ TH വന്നു കഴിഞ്ഞാൽ അവിടെ 0.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, അതിന് തെറ്റില്ലല്ലോ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയാ നമ്മൾ ഇനി ഒന്നും കൂടെ ആ ഇക്വേഷനിലേക്ക് നോക്കുകയാണ്. അത് TL ഡിവൈഡ് ബൈ TH മൈനസ് TL എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന TL നോക്കിയിടാ, അത് അടിയിലേക്ക് ഒരു TH കൂടെ വന്നാൽ എന്ത് സംഭവിക്കും, അവിടെ TL ബൈ TH വരുമല്ലോ. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അതേപോലെ ഈ TH-ഉം ഇവിടെ TL ഉണ്ടല്ലേ, അപ്പൊ ആ TL-ന്റെ താഴെ TH കൂടെ വന്നാല് അവിടുത്തെ കാര്യവും ഓക്കെ ആയി. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും പ്രോപ്പർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, TH കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എൻറ്റയർ ദ ഇക്വേഷൻ. ആ എൻറ്റയർ ഇക്വേഷനിലേക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെ തന്നെ TH കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, എന്താണ് ചെയ്യുന്നത്, ഡിവൈഡിങ് the entire equation by TH. ഓക്കെ അല്ല, TH യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, TH യൂസ് ചെയ്തു നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ TH-നെ യൂസ് ചെയ്തുകൊണ്ട് അവിടെ ആ ഹോൾ ടേമിൽ ഹോൾ ഇക്വേഷനിലേക്ക് നമ്മൾ TH കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം ഇക്വേഷൻ നമുക്ക് COP ഈക്വൽ ടു എന്താണെന്ന് അറിയാം. നോക്കിയാ ഇക്വേഷൻ എന്താണുള്ളത് നോക്കിയേ, TL ഡിവൈഡ് ബൈ എന്ത് വരും, TH മൈനസ് TL ആണ് നമുക്കറിയാം അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്തു, TL ഡിവൈഡ് ബൈ TH ന്യൂമറേറ്ററിൽ ഞാൻ TL ഡിവൈഡ് ബൈ
ടി എച്ച് അങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്തു. ദെൻ താഴെ ഞാൻ എന്ത് ചെയ്തു, ടി എച്ച് ഡിവൈഡ് ബൈ ടി എച്ച് എന്ന് എഴുതി. ഞാൻ കൂടെ കൃത്യമായിട്ട് സിംപ്ലിഫൈ ചെയ്തതാണ്. ടി എൽ ഡിവൈഡ് ബൈ ടി എച്ച് എന്ന് വന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ മാറ്റി എഴുതി. ദാറ്റ് മീൻസ് ഇവിടെ നോക്കിയാ ഇവിടെ നമുക്ക് ടി എൽ ബൈ ടി എച്ച് കിട്ടി അല്ലെ. ടി എൽ ബൈ ടി എച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ. ദെൻ ഇവിടെ ടി എച്ച് ബൈ ടി എച്ച് വന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ ടി എച്ച് ചെയ്തുകൊണ്ട് ഇവിടെയും ടി എൽ ബൈ ടി എച്ച് വന്നു. ദാറ്റ് മീൻസ് ഈ ടി എച്ച് മൈനസ് ടി എല്ലിനെ ഓൾ ഡിവൈഡ് ബൈ ടി എച്ച് ചെയ്തു. ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എഴുതിയത് ഒറ്റ സ്റ്റെപ്പ് തന്നെ എഴുതിയത് മാത്രം. ഓക്കെ ആണ്, ക്ലിയർലി. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നോക്കിയാൽ ന്യൂമറേറ്റർ നോക്കിയാൽ ടി എൽ ബൈ ടി എച്ച് ഉണ്ട്. അപ്പോൾ ടി എൽ ബൈ ടി എച്ചിന്റെ കാര്യം നമുക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. എന്താണ് അത് 0.8 ആണെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. 0.8 ആണെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ അടിയിൽ എന്തുണ്ടാ, ടി എച്ച് ബൈ ടി എച്ച് എന്ന് പറയുന്നത് എന്താണ് 1 എന്ന് കിട്ടും. 1 എന്ന് കിട്ടി. 1 മൈനസ് ടി എൽ ബൈ ടി എച്ച് വീണ്ടും വരുന്നു. അത് ഞാൻ 0.8 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് മീൻസ് എന്ത് വന്നു, നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും 0.8 ഡിവൈഡ് ബൈ 1 മൈനസ് 0.8 എന്ന് പറയുന്നത് 0.2 ആണ് അല്ലെ. 0.2 ആണ്. 0.8 ഡിവൈഡ് ബൈ 0.2 എന്ന് പറയുന്നത് 4 ആണ്. അതിലൊരു സംശയം വേണ്ട. ക്ലിയർ അല്ലേ? അപ്പോൾ COP ഈക്വൽസ് 4 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? നോക്കിയേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയേ, ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ സി തന്നിട്ടുണ്ട് 4 എന്നുള്ളത് അല്ലേ. ഓപ്ഷൻ സി തന്നിട്ടുണ്ട് 4 എന്നുള്ളത്. കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിനെ കാണുമ്പോൾ നമ്മൾ ടി എൽ തന്നില്ല, ടി എച്ച് തന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്നത് സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ ആ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് ആൻസറിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Then moving on to the next question. The efficiency of a Carnot engine is 75%. Carnot engine efficiency അവിടെ തന്നിട്ടുണ്ട് 75% ആണ് തന്നിട്ടുണ്ട്. If the cycle direction is reversed, then the COP of the reversed Carnot cycle. Carnot engine efficiency അവിടെ 75% പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടതല്ല ഈ കാർനോട്ട് എഞ്ചിനെ റിവേഴ്സ് ചെയ്തു. ദാറ്റ് ഈസ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ആക്കി മാറ്റി. അപ്പോൾ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന സൈക്കിൾ ആണ്, നമുക്കറിയാം. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് എന്താണ് വേണ്ടത്, അതിന്റെ COP എത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ട് എന്നത് നമുക്ക് അറിയണം. ആ COPയുടെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടതുണ്ട്. അതാണ് ചോദ്യം ചോദിച്ചുള്ളത്. പക്ഷെ തന്നിട്ടുള്ള കാര്യം എന്താ, ആകെ പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി ഓഫ് കാർനോട്ട്. നോക്കിയേ, എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ ആണ് തന്നുള്ളത്. ദാറ്റ് ഈസ് 75% എന്ന് തന്നിട്ടുണ്ട്. 75% വളരെ കൃത്യമായിട്ട് ആൻസറിൽ തന്നിരിക്കുകയാണ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. അവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താ, ഇവിടെ നമുക്ക് കിട്ടിപ്പോകേണ്ടത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിന്റെ. നോക്കിയാൽ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ റെഫ്രിജറേറ്റർ എടുക്കുകയാണ്. അപ്പോൾ റെഫ്രിജറേറ്ററിന്റെ എഫിഷ്യൻസി ദാറ്റ് മീൻസ് എന്താണ്, നമ്മളിവിടെ COP ആയിട്ട് എടുക്കുക അല്ലെ. COP ആയിട്ട് എടുക്കുന്നത് ദാറ്റ് മീൻസ് എന്ത് ചെയ്തു, COP ഓഫ് റെഫ്രിജറേറ്റർ എത്രയാണെന്നുള്ളത് കിട്ടണം. ദാറ്റ് മീൻസ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ വരുന്ന അതിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ COP എത്രയാണെന്ന് നമുക്ക് അറിയണം. നമുക്ക് ആകെ അറിയാം. നോക്കിയാൽ COP ഓഫ് റെഫ്രിജറേറ്റർ ഇക്വേഷൻ നമുക്കറിയാം. COP ഓഫ് റെഫ്രിജറേറ്റർ ഇക്വേഷൻ നമുക്കറിയാം. TL ഡിവൈഡ് ബൈ TH മൈനസ് TL ആണ്. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്, നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇതിൽ TL ഉം TH ഒന്നും തന്നിട്ടില്ല. ആകെ തന്നിട്ടുള്ള എന്താണ്, നോക്കിയാൽ എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ തന്നിട്ടുണ്ട്, കാർനോട്ട് എഞ്ചിൻ തന്നിട്ടുണ്ട്. ഓക്കെ, അത് 75% തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. വിച്ച് ഈസ് എങ്ങനെയാ വരുന്നത്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. TH മൈനസ് TL ഡിവൈഡഡ് ബൈ TH എന്നുള്ളതാണ് അല്ലേ. അതല്ലേ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വരുന്നത്. ദാറ്റ് മീൻസ് അത് എത്രയാന്ന് പറഞ്ഞിട്ട് 75% ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം, TH മൈനസ് TL ഡിവൈഡഡ് ബൈ TH എന്ന് പറയുന്നത് നോക്കിയാ 0.75 എന്ന് എഴുതാം. 75% ഞാൻ 0.75 മാറ്റി. ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് TH നും TL നും കൂടെ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഒരു റിലേഷൻ കൃത്യമായിട്ട് ആക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ദാറ്റ് മീൻസ് എന്ത് ചെയ്തു, TH മൈനസ് TL ഇസ് ഈക്വൽ എന്ത് ചെയ്തടാ 0.75 TH എന്ന് എഴുതാം. എന്താ ചെയ്തത്, ഈ TH ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ദാറ്റ് മീൻസ് 0.75 TH എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്ത് ചെയ്തടാ, ആ TH നെയും TL നെയും ഒരേ സൈഡിലേക്ക് മാറ്റിയാണ്. അപ്പോൾ നോക്കിയേ, ഈ കാണുന്ന TH ന്റെ ഭാഗത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് കൊണ്ടുവന്നു. ദാറ്റ് മീൻസ് അവിടുന്ന് കൊണ്ടുവരുമ്പോൾ അത് -0.75
75 TH എന്നായി ഇസ് ഈക്വൽ ടു നോക്കിയാ മൈനസ് ടി എൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി മാറി അത് ടി എൽ എന്നായി മാറി. ദാറ്റ് മീൻസ് നോക്കിയാ ഇവിടുന്ന് ടി എച്ചിന് കോമൺ ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇവിടെ നമുക്ക് 1 മൈനസ് 0.75 എടുക്കുക എങ്ങനെ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ടി എച്ചിന് ഞാൻ കോമൺ ആയിട്ട് എടുത്തു മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയാൻ ടി എച്ചിന് ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ എന്തിട്ടാ ടി എച്ച് പോയാൽ അവിടെ 1 ബാക്കിയായി മൈനസ് 0.75 എന്നായി ഇസ് ഈക്വൽ ടു ടി എൽ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഇവിടെ 1 മൈനസ് 0.75 എന്ന് പറയുന്നത് 0.25 ആണെന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് ടി എച്ച് ഇൻറ്റു 0.25 എന്ന് പറയുന്നത് ടി എൽ ആണെന്ന് കിട്ടി. ക്ലിയർ അല്ല? അപ്പൊ കാർനോട്ട് എഞ്ചിൻ അതിന്റെ എഫിഷ്യൻസി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് പ്രോപ്പർ ആയിട്ട് തന്നെ അതിനൊരു റിലേഷൻ കണ്ടുപിടിച്ചു. വിച്ച് ഇസ് ഈക്വൽ ടു ടി എൽ ഇസ് ഈക്വൽ ടു 0.25 TH എന്ന് കിട്ടി. ഈ തന്നത് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഈ തന്നത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡയറക്റ്റ് ആയിട്ടിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് തന്നെ COP ഓഫ് റെഫ്രിജറേറ്ററിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോക്കി COP ഓഫ് റെഫ്രിജറേറ്ററിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ TEL ഡിവൈഡഡ് ബൈ TH മൈനസ് TL അതാണ് ഇക്വേഷൻ വരുന്നത്. ഇറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും, അവിടെ TL ന്റെ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തു 0.25 TH എന്ന് കൊടുത്തു. TL നെ മാറ്റി ഞാൻ എന്ത് ചെയ്തു അവിടേക്ക് 0.25 TH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിച്ച് ഡിവൈഡ് ബൈ TH ന്റെ ഭാഗത്ത് ഞാൻ TH അങ്ങനെ തന്നെ കൊടുത്തു. TL ഞാൻ വീണ്ടും എന്ത് ചെയ്തു 0.25 TH എന്ന് കൊടുത്തു. നോക്കി അപ്പോൾ ഫുൾ ടൈമിലും നമ്മൾ എന്ത് ചെയ്തു TH എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്തു ആ TH ഞാൻ താഴെ ഡിനോമിനേറ്റർ TH ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് മീൻസ് TH ഇൻറ്റു 0.25 ഞാൻ മാറ്റി എഴുതി. വിച്ച് ഡിവൈഡ് ബൈ ഇവിടെ TH ഞാൻ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നോക്കിയാൽ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ TH ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ഇൻറ്റു എന്ത് വന്നു നോക്കിയാൽ ബാക്കി എന്ത് വരുന്നുണ്ട്, ഈ TH പോയാൽ അവിടെ എന്ത് ചെയ്ത് 1 വരും, ഇവിടെ TH പോയാൽ 0.25 വരും എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ 1 മൈനസ് 0.25 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിയേ ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് TH ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കിട്ടി. ദാറ്റ് മീൻസ് അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് വന്നു ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. 0.25 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.25 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും 0.75 എന്ന് കിട്ടി. 0.75 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് നോക്കിയാ 25/75 അല്ലേ, ദാറ്റ് മീൻസ് 1/3 എന്ന് കിട്ടും അല്ലേ. 1/3 എന്ന് കിട്ടി. 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് 0.33 ആണ് വരിക അല്ലെ. 0.33 ആണ് വരിക. COP is equal to 0.33 എന്ന് കിട്ടി. നോക്കിയേ ആൻസർ എന്താ വരുന്നുണ്ട് നോക്കിയാ ഇവിടെ 1.33 ഉണ്ട്, 0.75 ഉണ്ട്, 0.33 ഉണ്ട്, 1.75 ഉണ്ട്. റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി ആണ്. 0.33 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സെറ്റ് അല്ല, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് അവിടെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റാക്കി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് RRB JEE തൊട്ട് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് കുറെ അധികം എക്സാമുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ 2023 കാലഘട്ടത്തിലൊക്കെ കുറെ എക്സാമുകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞ എക്സാമുകളെല്ലാം തന്നെ ഇനിയും വരും എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം പണ്ടത്തെ ട്രെൻഡ് അനുസരിച്ചല്ല ഇപ്പൊ PSC പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പോൾ ലിസ്റ്റ് തീർന്നു കഴിഞ്ഞ ശേഷം ഒരു 3, 4, 5 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എക്സാമുകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി. നോക്കിയേ, ആ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന ഒരു ട്രെൻഡിലേക്ക് PSC മാറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ടെക്നിക്കൽ എക്സാമുകളിലൂടെ ആ ഒരു രീതിയിലുള്ള സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ഇനി നോക്കിയാൽ നമുക്ക് കാണാം 2023 നടന്നിട്ടുള്ള എക്സാമുകളെല്ലാം തന്നെ 2025, 26, 27 കാലഘട്ടങ്ങളിൽ എക്സാമുകൾ നടക്കും. അപ്പോൾ എക്സാം വന്നതിന് ശേഷം പഠിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം നോക്കി കോമ്പറ്റീറ്റീവ് എക്സാംസ് അത്രത്തോളം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ എഴുതുന്ന ആൾക്കാർക്കല്ല, ഇപ്പൊ കഴിഞ്ഞ എക്സാമുകൾ എഴുതിയ ആൾക്കാരാണെങ്കിൽ പോലും ഒരു നേരിയ മാർക്കിനൊക്കെ ആ ലിസ്റ്റിൽ പെടാതെ പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇനി വിഷമിച്ചിരിക്കാതെ ഇനിയുള്ള നോക്കി അടുത്തൊരു ചാൻസ് വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ പഠിച്ചിട്ടുള്ള ആ ഒരു പഠനം അവിടെ നിർത്താൻ പാടില്ല. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ എക്സാമുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ ഫ്രഷ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും എല്ലാവരും ആ രീതിയിൽ കൃത്യമായിട്ട് പഠനം മുന്നോട്ട് പോയാൽ മാത്രമേ ആ ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പഠനം അത് നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ സൈലം ടെക്നിക്കലിന്റെ ഭാഗത്ത് നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് ബിടെക് ആയാലും ഡിപ്ലോമ ആയാലും എല്ലാത്തിനും ഒരേപോലെ തന്നെ നോക്കിയാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ പഠിക്കണം, ഡിപ്ലോമയ്ക്ക് എങ്ങനെ പഠിക്കണം, ഡിപ്ലോമ വൈസ് ആയിട്ടുള്ള എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ബിടെക് വൈസ് വരുന്ന എക്സാമുകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം,
ഓക്കെ അല്ലേ? അപ്പോൾ അതുപോലെ ഡിപ്ലോമ ആണെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ AMB പോലുള്ള എക്സാംസ് ഒക്കെ ഇനിയും വരും. ഇനിയിപ്പോൾ ബിടെക് കഴിഞ്ഞവരാണെങ്കിൽ നോക്കി പോളി ലെക്ചർ ഇൻ പോളിടെക്നിക് തുടങ്ങിയ അസിസ്റ്റന്റ് എഞ്ചിനീയറിലെ വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളുടെ എക്സാമുകളൊക്കെ ഇനി വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിക്കൊണ്ട് അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ലിസ്റ്റുകളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ എത്തുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കണം. ആ രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നോക്കിയാ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് സൈലന്റ് ടെക്നിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് തരുന്നത്. ദാറ്റ് ഈസ് ടർബോ ബാച്ച് ആണ്. അപ്പോൾ ടർബോ ബാച്ചിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി റണ്ണിങ് തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 1 മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ റെക്കോർഡ് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയാ നമുക്കറിയാം ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും ചെറിയ വിലയിൽ തന്നെ നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഈ ഒരു കോഴ്സ് അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത് ഇവിടെ സൈലന്റ് ടെക്നിക്കൽ ഈ ഒരു കോഴ്സ് കൊണ്ടുവരുന്നത്. ഇവർ നോക്കിയാൽ 9,999 രൂപ മാത്രമാണ് ഇത്രയും എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നോക്കിയാൽ എല്ലാ ഇനിയിപ്പോൾ ISR ആയിക്കോട്ടെ അതുപോലെ തന്നെ SSC JE ആയിക്കോട്ടെ എല്ലാ എക്സാമുകൾക്കും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പാകത്തിലേക്ക് നിങ്ങൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ എക്സ്പേർട്ടുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനിയും കോഴ്സുകൾ എടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സീറ്റുകൾ ഉറപ്പാക്കിയിട്ട് കോഴ്സുകളുമായിട്ട് മുന്നോട്ട് പോവുക. സെറ്റാക്കി അപ്പോൾ ഒരുമിച്ച് നമുക്ക് പഠിക്കാം, ഒരുമിച്ച് നമുക്ക് സെറ്റായിട്ട് തന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.